നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ച് ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. ഇളകി അമ്പൂക്ക കാവടിയെടുത്ത് തുള്ളല് തുടങ്ങിയിട്ടുണ്ട്. തീർന്ന് ജയശങ്കര, ഇജ്ജ് തീർന്ന്. അന്നെ അങ്ങാടിയിൽ 10 ആള് കൂടുന്നിടത്ത് കിട്ടണമെന്നാണ് അൻവർക്ക പറയുന്നത്. ഇക്കാന്റെ ഓഫീസിൽ ബക്കറ്റിൽ സാധനം റെഡിയാണ് കേട്ടോ. ഇനി ശങ്കരൻ വക്കീലിനെ കയ്യിലോട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ അങ്ങ് പുളുത്തൂന്ന്. ശങ്കര ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് വരൂന്ന് അമ്പൂക്ക. ഉടുമുണ്ടിനടിയിലെ കളസവും പറിക്കും. അമ്പൂക്ക ഈ തുള്ളുന്നത് എന്തിനാണെന്നല്ലേ? ഇതാ കണ്ടോ. ഇവിടെ പി വി അൻവർ അഴിമതിക്കെതിരെ ഗർജിക്കുന്ന കേൾക്കുമ്പോൾ വാസവദത്ത ചാരിത്ര പ്രസംഗം നടന്ന പോലെയാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. കാരണം ഈ പ്രസംഗിക്കുന്ന ആളാരാണ്, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, പുള്ളിയുടെ പേരിൽ എന്തൊക്കെ ക്രിമിനൽ കേസുകളാണ് ഉണ്ടായിരുന്നത്, ഇതൊക്കെ ആളുകൾക്ക് അറിവുള്ള കാര്യമല്ലേ. അങ്ങനെ ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആദർശത്തിന്റെ അസുഖം ബാധിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. എല്ലാവരും അമ്പൂക്കാനെ പേടിക്കാം. ശങ്കരൻ വക്കീലിനെ അങ്ങോട്ട് പേടിച്ചാൽ എന്താ കുഴപ്പം? ഒരു പേടിയില്ല. ഓനാണെ കണ്ട ചാനലിലെല്ലാം കയറി ഇറങ്ങിയ അമ്പൂക്കാനെ അങ്ങ് വെല്ലുവിളിക്കല്ലേ. ഷേ, മാതിരി നാട്ടക്കേസായല്ലോ ഇത്. നിലമ്പൂരിക്ക എറിയുന്ന വരെ ആയിട്ടുണ്ട് ഇത്. ഇനിയും ലോ ലെവലിലേക്ക് അമ്പൂക്കാനെ ഇറക്കരുത്, നമുക്ക് താങ്ങാൻ പറ്റൂല. അമ്മാതിരി ഐറ്റങ്ങൾ അണ്ണാക്കിന്ന് വന്നുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. ചാനൽ ചർച്ചയിൽ മലർത്തിയടിച്ച അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കാൻ മുട്ടി നിൽക്കുകയാണ് അമ്പൂക്കായ്ക്ക്. പഞ്ച് ഡയലോഗ് അടിക്കാൻ പറഞ്ഞാല് പൊട്ടിയ കക്കൂസ് ഡയലോഗ് അടിച്ചിട്ട് വന്നേക്കുകയാണ്. ഇതാണോ മനസ്സാ ഹീറോയിസം? കക്കൂസ് കോരുന്നത് നാട്ടുകാരെ കൂടി അറിയിച്ചു. ബക്കറ്റ് പിന്നെ അമ്പൂക്കാന്റെ ഓഫീസിൽ സ്റ്റോക്കാ. എപ്പോഴാ കോരേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ. അമ്പൂക്ക ഫാൻസ് അസ്വസ്ഥരാണ്. അവരിതല്ല പ്രതീക്ഷിച്ചത്. കുറച്ചുകൂടെ പഞ്ചാണ്. ഇതൊരുമാതിരി പഞ്ചറായ പോലെയായിപ്പോയി. എനിക്ക് ഇത് ഓർക്കുമ്പോൾ വരുന്നത് മറ്റേ അക്കാന്റെ വെല്ലുവിളിയാ. എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. അമ്പൂക്ക ഭീഷണിപ്പെടുത്തിയതും ജയശങ്കർ വക്കീല് പേടിച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 10 റൗണ്ട് ഓടിന്നാ കേക്കണേ. മാനിഷാദ അരുത് കാട്ടാള, ഒഴിക്കരുത് അമ്പൂക്ക, ഒഴിക്കരുത്. ഒരു കൈയബദ്ധം നരിക്കരുത്, കാലേ വീണ് കരഞ്ഞെന്ന്. പാടാ പഹയാ, ഇജ്ജൊരു കില്ലാടി തന്നെ. നിലമ്പൂർ തേക്കിന്റെ കരുത്താ നമ്മുടെ അമ്പൂക്കാക്ക്. തലയിൽ കളിമണ്ണും. എൻ്റെ പൊന്നിടാവേ 10 തലയാ തനി മണ്ടൻ എന്നൊക്കെ പറയൂലേ, അത് തന്നെയാണിത്. ഫാൻസിന്റെ കയ്യടി കിട്ടുന്ന ഒരവസരവും അമ്പൂക്ക പാഴാക്കില്ല. ഇതാള് വേറെയാ. നിലമ്പൂർ സുൽത്താൻ എന്നൊക്കെ അങ്ങോട്ട് കൂടെയുള്ള മണ്ടന്മാര് തള്ളുമ്പോൾ ഹിക്ക ഒന്നുകൂടെ അങ്ങ് പൊങ്ങും. ആഭ്യന്തര വകുപ്പിനെ ഇപ്പൊ ശരിയാക്കി തരാം, ആ ചെറിയ സ്പാനറിങ് എടുത്തേന്ന് പറഞ്ഞിറങ്ങിയതാണല്ലോ നമ്മുടെ ഇക്ക. സംഘി പോലീസുകാരന്മാരാണ് പോലീസിൽ ഉള്ളതെന്ന്. ചേട്ടാ, അപ്പോ കപ്പിത്താൻ ആഭ്യന്തര വാഴയെന്നല്ലേ അമ്പൂക്ക നൈസ താങ്ങിയത്? കപ്പിത്താന്റെ കൂടെ നടന്നിട്ട് കപ്പിത്താനിട്ട് തന്നെ താങ്ങണം. പുതിയ വിജയനായി പോയി. പഴയ വിജയനായിരുന്നേ കാണായിരുന്നു. അമ്പൂക്കാനെ തട്ടി ഇന്നോവയിൽ കയറ്റിയാനെ. ബൈദുബായ് അമ്പൂക്ക, പോലീസിലെ കാവിക്കറ മാത്രം നമുക്ക് തേച്ച് കഴുകി കളഞ്ഞാൽ മതിയോ? പച്ചവെളിച്ചം കെടുത്തണ്ടേ? അതിനെപ്പറ്റി 2 വാക്ക് മൊഴിയാത്തത് എന്തേ? കപ്പിത്താന്റെ വേറൊരു വെർഷനാണ് അമ്പൂക്ക. 40 വണ്ടി പോലീസിന്റെ ഇടയിൽ നിന്നിട്ട് ഊരി പിടിച്ച വാളിനിടയിലൂടെ നടന്ന കഥയൊക്കെ പറയും കാരണഭൂതം. അമ്പൂക്കയോ പോലീസിലെ ഉന്നതന്മാരെ കുറിച്ച് പരാതിപ്പെട്ടിട്ട് പോലീസിനെ പേടിയാന്നും പറഞ്ഞുകൊണ്ട് പോലീസിൽ തന്നെ പരാതിപ്പെടും. തോക്ക് വേണം സാർ, എനിക്ക് തോക്ക് വേണം സാർ. കാക്കിയിട്ട ശത്രുക്കൾ എനിക്ക് പിന്നാലെ തന്നെ ഉണ്ട് സാർ. എന്നെ കൊല്ലാനും കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്. ആയതിനാൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് അമ്പൂക്ക DGPക്ക് നല്ല വെള്ള പേപ്പറിലാണ് പരാതി എഴുതി കൊടുത്തേക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ ഒരുത്തൻ മതി ആഭ്യന്തരം നന്നാക്കാനെന്ന് അമ്പൂക്കയും ഞങ്ങളുടെ ഹിക്ക കേറി പൊളിച്ചെടുക്കൂന്ന് ഫാൻസും കീച്ചിയത് വെറുതെ ആയിരുന്നല്ലേ? പറ്റിക്കാൻ വേണ്ടിയിട്ടാണേലും ഇങ്ങനൊന്നും പറയല്ലേന്ന് പറയണം സാറേ. കട്ട ഹീറോയിസം കണ്ട് കോരി തരിച്ച് വരുമായിരുന്നു. ആ ഫ്ലോ അങ്ങ് പോയി. അമ്പൂക്ക ചുമ തീയെന്ന് ഫാൻസ് കാച്ചീതും നുണ. പെരേല് പോയാൽ കെട്ടിയോള് പാപ്പ തിന്നാൻ കൈകൊട്ട്, ചക്കരവാവയെ കൈകൊട്ട് പറഞ്ഞാൽ കൈകൊട്ടുന്ന ലോല്യ ഹൃദയനാണ് അമ്പൂക്ക. അമ്പൂക്കാന്റെ കക്കൂസ് മാലിന്യ കഥകൾ ഇനിയുമുണ്ട്.
അപ്പൊ കാണാം.